മാർച്ച് 17, 2026 എനിക്ക് 100K ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലാകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു 3-4 ദിവസം മുമ്പ് തന്നെ ബിനു എന്നോട് ചോദിച്ചു തുടങ്ങി. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ചോദിക്കും, നിനക്ക് ആയോ ഇനി എത്രയുണ്ടെന്ന്. അങ്ങനെ ഇതായി കഴിഞ്ഞ് അന്ന് എന്നോട് വിളിച്ച് ആദ്യം ചോദിച്ചു, നിനക്കിപ്പോൾ എന്താ തോന്നിയെന്ന്. അപ്പോൾ ഞാൻ ബെഡിൽ കിടക്കുകയാണ് രാവിലെ എണീറ്റിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ മുള്ളാൻ മുട്ടുകയെന്ന് ഞാൻ പറഞ്ഞു. അതായിരുന്നു എൻ്റെ സത്യത്തിലുള്ള എൻ്റെ വികാരം. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നു ആ വരവ്. പട പേടിച്ച് പന്തളത്തി വന്നപ്പോൾ പന്തം കുളത്തി പടാന്ന് പറഞ്ഞ പോലെ ഇതുങ്ങളെല്ലാം കൂടെ കയറ്റിന്നൊരു വണ്ടിയും വിളിച്ച് കേക്കും പൂക്കളും കൂടെ പുട്ടിന് പീരയെന്ന് പറഞ്ഞ പോലെ മമ്മിയും എൻ്റെ കസിൻ ജൂലിമോളെയും എല്ലാവരും കൊണ്ടാണ് ഇവർ വന്നു കയറിയത്. ഇതായിരുന്നു ഗായ്സ് യഥാർത്ഥത്തിൽ എനിക്ക് വലിയ സർപ്രൈസ്. എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാം, ഈ 100K സെലിബ്രേഷൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സർപ്രൈസ് ആയിപ്പോയി അത്. എനിവേസ് ഇത് ഇത്രയും ഓർഗനൈസ് ചെയ്ത് ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് വന്ന ബിനു, നിനക്കിരിക്കട്ടെ 1000 നന്ദിയൊന്നും പറഞ്ഞാൽ തീരില്ല എന്ന് എനിക്കറിയാം. എന്നാലും പക്ഷെ ഇത് മൊത്തം എടുക്കണം കേട്ടോ. ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഞാൻ ജിമ്മിയോട് പറഞ്ഞതേ ഉള്ളൂ ബിനുവിന്റെ കാര്യം. അതായത് അതൊന്നോ എന്തിനാണ് ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. മെസ്സേജ് അയക്കുക. there are certain people അല്ലേ നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറുന്നവർ. ലൈക്ക് I never expected നിങ്ങളത് ഇമോഷണൽ ഞാൻ ഒട്ടും പ്രതീക്ഷയിലായിരുന്നു. എനിക്ക് ഇവർ ഭയങ്കര സർപ്രൈസ്. ഇക്കാലത്ത് ഞാൻ വണ്ടിലേക്ക് കേക്ക് കുടിക്കാം. സന്തോഷം കാരണം അങ്ങനെ എൻ്റെ സ്പീച്ച് ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മമ്മീൻ്റെ നായികനെ കൊണ്ടുവരാം. ഇതിന്റെ തിരക്കഥാ കഥാ സംവിധാനം ഒക്കെ ഞാനാ. എന്റെ മുത്താണ് സ്വത്താണ്. അതറിയില്ല. അപ്പൊ ഞാന് ടിക്ടോക്കില് ആദ്യമായിട്ട് ഇവിടെ വെറുതെ ഇരുന്ന് ചെറിയ കുത്തിയപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. അപ്പോഴാണ് ബിനു എന്നോട് നമ്മുടെ ജയിലോടെ പാട്ടിടാൻ പറയുന്നതും ഒക്കെ. അപ്പൊ അന്ന് കാലം തൊട്ട് എന്നെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുന്ന ബിനു, എൻ്റെ ശുത്തുമണി രേഷ്മ, പിന്നെ ഏറ്റവും പ്രധാന സപ്പോർട്ടർ എൻ്റെ മമ്മി. എന്ത് സ്റ്റോറി ഇട്ടാലും വീഡിയോ ഇട്ടാലും പോസ്റ്റ് അപ്പം ഷെയറാണ്. ഞാൻ പലപ്പോഴും അതിൽ പോയി നോക്കാറുണ്ട്. എൻ്റെ മാത്രം ലൈക്ക് അതിനകത്ത് കാണാറുണ്ട്, ഒരു ലൈക്കും കാണാറില്ല. പക്ഷെ അത് എവറി ഡേ മോർണിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. നിങ്ങളിവിടെ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിരുന്നു. ബിനു ഒട്ടും പ്രതീക്ഷയില്ല. നമ്മളെപ്പോഴും ഫോണിൽ സംസാരിച്ചാലും ഐ നെവർ എക്സ്പെക്റ്റഡ് ദിസ്. ഇത് എനിക്ക് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ 100K അടിച്ചിട്ടൊന്നും എനിക്ക് അതുപോലെ സന്തോഷമൊന്നുമില്ല. അതിങ്ങനെ ഒരു പ്രോസസ്സായിട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് മെയ്ഡ് മീ സോ ഹാപ്പി. സോ താങ്ക് യു സോ മച്ച്. എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇത്രയും ഇപ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ട്. മനസ്സിലായോ? സോ താങ്ക് യു സോ മച്ച്. അറിയാൻ പോകുന്നതേ ഉള്ളൂ. അത് ശരി, കെട്ടുവേണം കൊച്ചുങ്ങളും നിങ്ങളെ കണ്ട സന്തോഷത്തിൽ ഏവാണ് വേണമെങ്കിൽ ഈ സാധനം ഒരിക്കൽ പിങ്കും മാച്ച് ചെയ്യാം. എല്ലാരും നിങ്ങളൊക്കെ നിന്നെയൊക്കെ ഇതിനകത്ത് പ്രധാന പങ്ക്. ജിമ്മിനെ കാണിക്കുന്ന വീഡിയോ ഒക്കെ കൂടുതൽ അല്ല മമ്മി എടുത്ത് വായി വെച്ചു. നമ്മളിത് ചെയ്ത ആൾക്കാരല്ലേ. അപ്പൊ താങ്ക്സ് ഫോർ ബിഹൈൻഡ് ദ സീൻ സപ്പോർട്ട്. താങ്ക്സ് ഫോർ എല്ലാ വീഡിയോസിനും വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നതിന്. എന്റെ കഥാ തിരക്കഥാ സംവിധാനത്തിലെ പ്രധാന നടിക്ക് എന്റെ കൂടെ എന്റെ വീഡിയോസ് എന്റെ കൊളാബുകൾക്ക് ഞാൻ വിളിക്കുമ്പോൾ കൊളാബുകൾക്ക് വീഡിയോ ക്യാമറമാൻ വെള്ളത്തിൽ ചാടും അങ്ങനത്തെ വീഡിയോ. ഇനി ബാ ബിനു വനും ബാ ഓരോരുത്തരോട്ട് മാറണം. അമ്മ വേറെ പേപ്പർ ചേർന്നാ ശരി ഓരോരുത്തരോട്ട് മാറണം. അപ്പം ബിനു കൂടാ ഐ ആം വെരി താങ്ക്ഫുൾ. ഇത്രയൊക്കെ തന്നതിന് ഞാൻ ഇതൊന്നും സീരിയസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച സൺഡേ പോയി മമ്മിയുടെ അടുത്ത് പോയി കേക്ക് മുറിക്കാന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ നീ എന്റെ ആനന്ദ പുളകിരിയായിരിക്കും. എന്നാലും ഉറക്കമൊക്കെ കളഞ്ഞ് ഇവിടെ വരെ വന്നു. താങ്ക് യു. നിങ്ങളൊക്കെ ലൈക്ക്
ആഗ്രഹമൊക്കെ ഉണ്ട്. വാ എല്ലാവർക്കും തരുന്നുണ്ടോ? വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്നില്ലേ? ശ്രീകല ഇവിടുന്ന് വേറെ കണ്ടില്ല താമസിക്കണ്ടേ? അപ്പൊ നിങ്ങളെല്ലാം ഇത് ഈ ബിനു അതെ ഈ ബിനു വിളിച്ചോണ്ട് കോമൺ നിങ്ങൾ വടയും പഴംപരിയും ഉള്ളിവടയൊക്കെ കഴിക്കണം. നല്ലല്ലേ? എനിക്ക് സ്നാക്കിൽ ഏറ്റവും ഇഷ്ടം ഉള്ളിവടയാണ്. ഉള്ളിവട നിർത്തിയാൽ കാരണം ഇതാ, ഇതിനകം ഇങ്ങനെ പിങ്കായിട്ടില്ല. എനിക്ക് ഇഷ്ടമില്ല. ഇവർ ജിമ്മിയെ വിളിച്ചാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ ജിമ്മി ഞാൻ അറിയാതെ തന്നെ പോയി കുറേ സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇവർ വന്നപ്പോഴത്തേക്കും ജിമ്മിയും മാത്തുക്കുട്ടനും കൂടെ ചായ വെച്ചു. പിന്നെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. കാരണം ഇവർക്ക് ഒരുപാട് ദൂരം തിരിച്ച് ഡ്രൈവ് ചെയ്യാനുണ്ട്, ഒരു 30-40 മിനിറ്റ്സ്. അപ്പോൾ അവർക്ക് പോകണമായിരുന്നു. സന്ധ്യ ആയായിരുന്നു ഇവർ വന്നപ്പം. ഇവർ തന്നെയാണ് മമ്മീനെയും പിക്ക് ചെയ്തുകൊണ്ട് വന്നത്. മമ്മിയാണ് ജൂലി മോളെ വിളിച്ച് പറഞ്ഞത് ഇന്ന സമയത്ത് വീട്ടിലോട്ട് വരണം എന്ന്. ഭയങ്കര സീരിയസ് ചർച്ചയിലാണ്. വീടിൻ്റെ ആധാരം പണയം വെക്കുന്നതോ വിൽക്കുന്നതോ കാര്യമാണെന്ന് തോന്നുന്നു. എന്തായാലും ബിനു എല്ലാം ഓർഗനൈസ് ചെയ്ത് ഇത്രയും നല്ലൊരു സർപ്രൈസ് തന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. താങ്ക്സിലൊന്നും പറഞ്ഞാൽ തീരത്തില്ലാന്ന് എനിക്കറിയാം. അപ്പോൾ until we see next time, it's love from me to you. Thank you. Bye bye. ഇത് എൻ്റെ ജൂലി മോൾ എനിക്ക് തന്ന കാർഡാണ്.